താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമരപ്പൂവൊന്നു ചൂടി. യൂട്യൂബ് റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് കാണാൻ പോകുമ്പോൾ ഇവര് പറയുന്ന ബോളിവുഡ് സിനിമയെ അതിശയിക്കുന്ന സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ റാപ്പ് മ്യൂസിക് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സ്വൈരക്കേടുണ്ടാവുന്നുണ്ട്. ഇത് റാപ്പിനെ സംബന്ധിച്ചത് മ്യൂസിക്കൽ എലിമെന്റിനേക്കാളും അതിന്റെ കോണ്ടന്റ് ആണ് അതിൽ പ്രധാനം. പക്ഷെ എനിക്കൊന്ന് വേടനൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വലിയൊരു ആശയമാണ്. അയാൾ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടുള്ള അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം അടി കൊണ്ടിട്ടുള്ളത് ഒരു ഭക്ഷണത്തിനോടുള്ള ആർത്തിയുടെ പേര് പഴംപൊരി. വേടൻ പറയുന്നത് രാഷ്ട്രീയമാണല്ലോ, കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമാണ് വേടന്റെ മ്യൂസിക്കിലെല്ലാം ഉള്ളത്. അപ്പോ അത്തരം രാഷ്ട്രീയത്തിനെ കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? അത്തരം രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനാണെങ്കിൽ കൂടുതൽ കുറെ പറയാനുണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞാൽ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല അധികം. കാരണം അതൊക്കെ ഒരു കാഴ്ചപ്പാടുകളാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ, പിന്നെ അത് അങ്ങനെയുള്ള ഇപ്പൊ അത്രയും വേദന അനുഭവിച്ചവർക്കേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഞാനിതിന്റെ മ്യൂസിക് നന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ല. കാരണം അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയം അത് എങ്ങനെ ഒരു മറ്റൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തുന്നു, ആ മനുഷ്യന് അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കേ പറയാൻ പറ്റുള്ളൂ അതിന്റെ തീവ്രത. ഒരു വെറുതെ നമ്മളൊരു പാട്ട് ആസ്വദിക്കുന്ന മാതിരി ഒരിക്കലും റാപ്പ് മ്യൂസിക്, ഒറിജിനൽ റാപ്പ് മ്യൂസിക് ആസ്വദിക്കാൻ പറ്റില്ല. അല്ലാതെ റാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പിച്ചുമ്പയും പറഞ്ഞ ആളുകൾ വേറെ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് വേടനൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വലിയൊരു ആശയമാണ്. അയാൾ അനുഭവിച്ചിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടുള്ള അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതറിയണമെങ്കിൽ അത് അനുഭവിച്ചവർക്കേ അതിന്റെ തീവ്രത ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ വെറുതെ ഇങ്ങനെ തമാശയായിട്ട് പറയാൻ പറ്റുന്ന, അങ്ങനെ തമാശയായിട്ട് പറയേണ്ട കാര്യമല്ല അതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ വരെ വേടൻ വരികയും വലിയ ഷോസ് നടത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ഇവിടെ സിറ്റിയിൽ വളർന്ന മോഡേൺ സാഹചര്യങ്ങളിൽ വളരുന്ന പിള്ളേരാണ്. പക്ഷെ എന്നിട്ട് പോലും അവര് പോലും ആസ്വദിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ വേദന അനുഭവിച്ചുകൊണ്ടാണ് ആസ്വദിക്കുന്നതെന്നും പറയാൻ പറ്റും. അതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ആ ആസ്വാദനത്തിന്റെ തലത്തിനെ കുറിച്ച് എനിക്ക് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. കാരണം ഇന്നത്തെ ഇതേ ആള് തന്നെ ചിലപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ് അവതരിപ്പിക്കുമ്പോ ആരും ഉണ്ടാവില്ല എന്ന് വരും. നമുക്ക് കണ്ടത് ഇന്നത്തെ ബാൻഡിന് നാളെ ആളില്ല. അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ പാഷനാണ്. അതല്ലാതെ അതിന്റെ തീവ്രത ഉൾക്കൊണ്ടുകൊണ്ടൊന്നുമില്ല. അതൊരു ഇന്നത്തെ ജനറേഷൻ എനിക്കൊന്ന് ആഘോഷമാണ്. ആഘോഷമാണ്, സെലിബ്രേഷനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെയല്ല സംഗീതത്തെ കാണുന്നത്. ഈ റാപ്പ് മ്യൂസിക്കിനൊക്കെ ആഘോഷിക്കാനുള്ളതല്ല, അതൊരു വേറൊരു തരത്തില് നമ്മളെ മനസ്സുകൊണ്ട് നമുക്കൊരു എനർജി തരുന്ന രീതിയിലുള്ള അല്ലെ, വളരെ സെലിബ്രേഷൻ മൂഡിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള പാട്ടുകൾ. പിന്നെ എനിക്ക് വേറെ ചോദിക്കാനുള്ളത്, നമുക്ക് ചെറിയ രീതിയിൽ കുട്ടി കുട്ടി ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ഇതൊന്ന് ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. ചേച്ചിയോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഫേസ്ബുക്കിൽ ശ്രദ്ധിച്ചു രവി മേനോൻ ഈസ് വിത്ത് ലതാ മേനോൻ. പേരില്ല. അപ്പൊ എന്തായാലും ഫേസ്ബുക്കിലെങ്കിലും ഇരുന്നോട്ടെ എന്നുള്ള ഞാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷെ ചേച്ചി വന്നില്ല. സാറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇനി സാറിന്റെ കുട്ടി കുട്ടി ഇഷ്ടങ്ങളെ കുറിച്ചിട്ടാണ്, ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ് സാർ പറയാന്ന് തോന്നുന്നത്. സാർ വീട്ടിലെങ്ങനെയാണ്, വീട്ടിലുള്ള ഒരു ക്രിട്ടിക് പറയേണ്ടത് പക്ഷെ കിട്ടിയില്ല. പൊതുവെ ക്രിറ്റിസൈസ് ഇടയ്ക്ക് ഭാര്യ പറയും ഇങ്ങനെ ഭക്ഷണത്തിന്റെ സ്വാദിനെ പറ്റിയിട്ട്. എന്നാലും അങ്ങനെ സ്ഥായിയായിട്ട് സാറിന് പണ്ടത്തെ സിംഗേഴ്സ്, പുതിയ സിംഗേഴ്സ് ഉണ്ടല്ലോ, ആരാണ് ഓൾഡ് സിംഗേഴ്സ് ഏറ്റവും ഇഷ്ടം? അത് ഓരോ ആളുകൾക്കും ഓരോ ശൈലിയാണ്. ചില പാട്ടുകൾ ആ സിംഗർ തന്നെ പാടിയാലേ നന്നാവും നമുക്ക് തോന്നും. ഇപ്പൊ കമുകറ പുരുഷോത്തമനാണെങ്കിൽ അദ്ദേഹം പാടിയാലേ ഈശ്വര ചിന്തയിതൊന്നേ മനിതന്റെ പാട്ട് വേറെ ആരും പാടിയാലേ, അല്ലെങ്കിൽ ഏകാന്തതയുടെ ഭാരതി എന്നുള്ള പാട്ട് അദ്ദേഹം പാടിയാലേ ശരിയാവുള്ളൂ എന്ന് തോന്നും. ഉദയവാൻ ചേട്ടൻ പാടിയാലേ അനുരാഗ നാടകത്തിൽ, അല്ലെങ്കിൽ മെഹബൂബ് എന്ന് പറയുന്ന സിംഗർ ഉണ്ട്, അദ്ദേഹം പാടിയാലേ ആ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം എന്നുള്ള പാട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്ന ഓരോ സിംഗർക്കും ഓരോ ശൈലിയുണ്ട്. നമ്മള് ആ ഗാനം
ആ ഗാനത്തോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിയിട്ട് പാടിയിട്ടുള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന പാട്ടുകാരൻ യേശുദാസ് ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ. കാരണം ഏത് തരത്തിലുള്ള പാട്ടും പാടി ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ കുട്ടിക്കാലം മുതലേ കേട്ട് വളരുന്ന ഒരു ശബ്ദം. പുതിയ കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പൊ അടുത്ത് കേട്ടതിൽ എനിക്ക് ഹരിശങ്കറാണ്. ഹരിശങ്കർ ക്ലാസിക്കൽ ബേസ്, അത് വളരെ കുട്ടിക്കാലം മുതലേ എനിക്ക് അറിയാം. പിന്നെ ക്ലാസിക്കൽ ബേസ് നല്ല ഉണ്ട്, അതേസമയം ട്രെൻഡി സോങ്സും നന്നായിട്ട് പാടാൻ പറ്റും. പിന്നെ ഒരു കമ്മിറ്റഡ് ആണ് പാട്ടുകളോട്, ആ ആർട്ടിനോട് വളരെ കമ്മിറ്റഡ് ആണ്. ഷോസ് ആയാലും റെക്കോർഡിംഗ് ആയാലും പിന്നെ വളരെ ഹമ്പിളാണ്. എനിക്ക് പിന്നെ ഇഷ്ടമാണ് പാട്ട്. മേടയിൽ കുടുംബത്തിന്റെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ഭയങ്കര ഒരു കുടുംബത്തെ കുറിച്ച് ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയപ്പോ തന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പുറമേ നിന്ന് നോക്കുമ്പോ ഇത്രയും ലാളിത്യം നിറഞ്ഞ ആൾക്കാരാന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. വളരെ ഹമ്പിൾ ആയിട്ടുള്ള രാധാകൃഷ്ണൻ സാറും അങ്ങനെ തന്നെയാണ്. ഫിലിം ക്രിട്ടിക് എന്നുള്ള രീതിയിൽ സാറിന് ഇഷ്ടമുള്ള ഒരു ഫിലിം ക്രിട്ടിക്കിന്റെ പേര് പറയും. എനിക്ക് ശരിക്കും പറഞ്ഞാല് ഈ യൂട്യൂബ് ക്രിട്ടിക്സ് ചിലരൊക്കെ ഇഷ്ടം. കാരണം കോമഡി ആയിട്ട് സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടല്ല പറയുന്നത്. എല്ലാ റിവ്യൂസും ഇഷ്ടമാണെന്നല്ല പറയുന്നത്. പക്ഷെ ചിലരുടെയൊക്കെ ചില സമയത്ത് കേൾക്കുമ്പോ തോന്നും ഒരു ഫണ്ണായിട്ട്. ശരിയാണ്, ചില പടങ്ങളെ. പക്ഷെ എന്നാലും ചില പാട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മള് യൂട്യൂബ് റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് കാണാൻ പോകുമ്പോ ഇവര് പറയുന്ന ഹോളിവുഡ് സിനിമയെ അതിശയിക്കുന്ന സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയും. അവിടെ ചെന്ന് നോക്കുമ്പോ നമുക്കറിയാം പണ്ട് കണ്ണപ്പനുണ്ടി ആരോമലുണ്ടിയൊക്കെ ഈ ബാൽക്കണിയിൽ നിന്ന് തലകൊത്തന്നെ മറിയല്ലോ താഴേക്ക് കുതിരപ്പുറത്തേക്ക്. അതൊക്കെ തന്നെ ടെക്നോളജി. പിന്നെ സൗണ്ടിനെ പറ്റി പറയുന്നതൊക്കെ. പിന്നെ എനിക്ക് എഴുത്തുകാരൻ ഖാലിദ് മുഹമ്മദ് ഇസ്ലാം, മ്യൂസിക്കിനെ പറ്റി എഴുതുന്നതിൽ രാജു ഭരതൻ, ഇദ്ദേഹം ഇല്ല. ഇദ്ദേഹത്തിന്റെ എഴുത്ത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, സ്ഥിരമായിട്ട് വായിച്ചിരുന്ന സംഭവമാണ്. മലയാളത്തില് സിനിക്കിനെ ഇഷ്ടമായിരുന്നു. നാദിർ ഷാ എഴുത്തുകാരുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇഷ്ടമാണ്. സാർ എപ്പോഴും നറേറ്റീവ് സ്റ്റോറീസ് ആണല്ലോ പറയുന്നത് മ്യൂസിക്കിനെ കുറിച്ചിട്ട്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വീട്ടിലും ഒക്കെ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ടോ? വീട്ടില് അതൊരിക്കലും പറയാൻ പറ്റില്ല. ഭാര്യ എന്നോട് പറഞ്ഞു, മോളൊക്കെ പറയും അച്ഛാ നാലാമത്തെ പ്രാവശ്യം ഇന്നെ പറയും. എല്ലാ സ്റ്റോറീസും പറയാറുണ്ടോ? നമുക്കിങ്ങനെ കൂടുതൽ ഇഷ്ടമുള്ള റിപ്പീറ്റ് ആയിട്ട് പറയുമോ? എന്റെ ഭാര്യ എന്നോട് പറയാറുണ്ട്, ഞാൻ ഇന്റർവ്യൂവിനൊന്നും വന്നിരിക്കില്ല. എന്താ കാരണം അറിയോ? ഇതേ കഥ കേട്ട് കേട്ട് മതിയായി. സാറിന്റെ ഫേവറേറ്റ് കളർ ഏതാണ്? ബ്ലൂ. അല്ല, എന്റെ ഫേവറേറ്റ് കളർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഞാൻ എടുക്കുന്ന എല്ലാ ഷർട്ടും ബ്ലൂ ആയിരിക്കും. എന്നോട് പലരും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇതെന്താ വീണ്ടും ബ്ലൂ ആണെന്നൊക്കെ ചോദിക്കും എപ്പോഴും. അത് അപ്പോഴാണ് ആലോചിക്കുന്നത്. ഞാൻ ഇപ്രാവശ്യം ബ്ലൂ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ പോകും, ടെക്സ്റ്റൈലില്. എന്തായാലും മറ്റേ, പക്ഷെ അവസാനം കണ്ണിലെടുക്ക. പക്ഷെ ബ്ലൂ കളേഴ്സ് ഇഷ്ടമുള്ളവര് നല്ല ഇന്റലിജന്റ് ആണ്. ബെസ്റ്റ് ആക്ടർ എന്ന സാറിന് തോന്നുന്ന ഈ കാലഘട്ടത്തില്? ഏത് കാലഘട്ടത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ഗോപി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ത് റോളായാലും, വെറുതെ വന്നു പോകുന്ന റോളാണെങ്കിലും അങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. ഒരു ഭയങ്കര എനിക്ക് ഇപ്പോഴും ഇപ്പൊ കാണുമ്പോ പോലും, ആ പഴയ സിനിമകൾ കാണുമ്പോ പോലും, എല്ലാ കുറെ നടന്മാരും ഇഷ്ടമുള്ളവര്, പക്ഷെ ഗോപി സ്റ്റാൻഡ്സ് അപ്പാർട്ട്. സാറിന്റെ ലൈഫിൽ ഒരു റോൾ മോഡൽ ഉണ്ടായിട്ടുണ്ട്? റോൾ മോഡൽ പറയാൻ പറ്റുമോ അറിയില്ല. കാരണം എല്ലാ അർത്ഥത്തിലും റോൾ മോഡലാവണ്ടേ. എഴുത്തിലാകാം, അതല്ലെങ്കിൽ സാറിന്റെ ബിഹേവിയറിലാകാം, ഏത് സൈഡിലാണ്? എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരിക്കലും നമുക്ക് ആവാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരാള് ഉണ്ടെങ്കിൽ ദേവരാജൻ എന്ന മ്യൂസിക് ഡയറക്ടറാണ്. കാരണം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഉള്ളിൽ തോന്നുന്നത് കൃത്യമായിട്ട് പറയുക, മറ്റൊരു മനുഷ്യന്റെ തിന്മ ആഗ്രഹിക്കാതിരിക്കുക, ആരെപ്പറ്റി ദുഷിപ്പ് പറയാതിരിക്കുക, അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം. വളരെ സ്ട്രെയിറ്റ് ആണ്. എന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനായിട്ട് ഒരു അടുപ്പൊക്കെ ആയിട്ട് ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ അപ്പൊ പറഞ്ഞിരിക്കും പുള്ളി. എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് അത്. സാറിന് ഫാമിലിയോടൊപ്പം പോകണം എന്ന് ആഗ്രഹിക്കുന്നത്, എന്തായാലും എനിക്ക് ഇനി നെക്സ്റ്റ് പോകേണ്ടത് ഇന്ന സ്ഥലത്താണ്, വാണ്ടിങ് ടു ഗോ എന്നല്ലോ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ?
കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ കാശ്മീർ പോകണമെന്നുണ്ട്. കാരണം കുറെ പാട്ടുകൾ അവിടെ പിക്ചർ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ. ഒപ്പി നേറിന്റെ ഒക്കെ ബാദൽ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പിക്ചറൈസ് ചെയ്ത സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം അടി കൊണ്ടിട്ടുള്ളത് ഒരു ഭക്ഷണത്തിനോടുള്ള ആർത്തിയുടെ പേരില് പഴംപൊരി. അതുകൊണ്ട് ഒരിക്കലും മറക്കില്ല. എപ്പോഴും പഴംപൊരി വീട്ടിൽ പക്ഷെ അധികം കഴിക്കരുത് പറഞ്ഞു. അതെന്താ സംഭവിച്ചാല് വീട്ടിലെ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്ത സമയത്ത് ചിലപ്പോ ഊണ് കൊണ്ടുവരാത്ത സമയത്ത് അച്ഛൻ ഇങ്ങനെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചോളാൻ പറയും. അപ്പൊ ഈ ഹോട്ടല് കേരള വിലാസം എன்ற ഹോട്ടലുണ്ടാവും, സാധാരണ ഹോട്ടലാണ്. അപ്പൊ അച്ഛൻ അറിയുന്ന ഒരാളായിരുന്നു വയനാട്. അവിടെ ചെന്നപ്പോ ചെന്നിട്ട് പഴംപൊരിയാണ് വാങ്ങി കഴിക്കുക, ഊണൊന്നും കഴിക്കും. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്കേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തന്നെ ഊണ് കൊണ്ടുവരാൻ തുടങ്ങിയ. പക്ഷെ എനിക്ക് പഴംപൊരിയോടുള്ള ഈ പാഷൻ തീരുന്നില്ല. പിറ്റേസും പഴംപൊരി അപ്പൊ അവിടെ ചെന്നപ്പോ അയാളോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞിരുന്നു പഴംപൊരി കഴിച്ചോളാം. അപ്പൊ അയാൾ വിശ്വസിക്കുകയും. അങ്ങനെ 1 മാസം തുടർച്ചയായിട്ട് പഴംപൊരി കഴിച്ചു. പിന്നെയാണ് ഈ കക്ഷി എന്നെ പറ്റിച്ചത്. ഇതിന്റെ മാനേജർ അച്ഛൻ പോകുന്ന വഴിക്ക് പറഞ്ഞു, മോൻ വന്നിട്ടേ പഴംപൊരി ദിവസം കഴിക്കണ്ടേ. പഴംപൊരി അല്ല പറഞ്ഞിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. വീട്ടില് വന്നിട്ട് എന്റെ പഴംപൊരിയുടെ പേരിലൊരു 1 മണിക്കൂർ അടിയായി. അതിന്റെ ആന്റി ക്ലൈമാക്സ് എന്ന് വെച്ചാല് അടിയൊക്കെ കെട്ടി ഇനി ഒരിക്കലും വരും. പിറ്റേ ദിവസം കണ്ട് ഞാൻ പോയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അടിയായിരുന്നു അച്ഛൻ ഇന്നലെ മുഴുവൻ, ഏതായാലും ഇനി കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഒരാഴ്ച അത് ഇയാള് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു. അതിപ്പോഴും ഞാൻ ഓർക്കും. പക്ഷെ കഴിക്കാൻ പാടില്ല. നല്ല പഴംപൊരി കിട്ടിയിരുന്ന കോഴിക്കോടായിരുന്നു. കൃഷ്ണ മഹാരാജ് ഹൽവ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതില്ല. പഴയ SM സ്ട്രീറ്റിലൊരു പഴയ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലായിരുന്നു. എന്റെ മോളിലൊരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിലായിരുന്നു ഏറ്റവും ബെസ്റ്റ് പഴംപൊരി. ഞാൻ ഇപ്പോഴും അവിടെ ചെല്ലുമ്പോ ആ പഴംപൊരിക്ക് വേണ്ടിട്ട് പോയിക്കാറുണ്ട്. പക്ഷെ പോയി ചരിത്രത്തിന്റെ ഭാഗമായി. വായന. വെറുതെ കടലാസ് കിട്ടിയിട്ട് വായിക്കുന്നുണ്ട്. വായിക്കാതിരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇല്ലാതായി ഞാൻ സ്വയം ചിന്തിക്കും. വായനയാണ് എന്തായാലും വായിക്കാൻ പറ്റും. സാറിന് എഴുതുകയും സാറിന്റെ ഫേസ്ബുക്ക് പേജ് തന്നെ വായിച്ചാൽ തന്നെ വായിക്കാലോ. ഒത്തിരി ഉണ്ടല്ലോ അല്ലേ സാർ? ഇഷ്ടമാണ് അതിങ്ങനെ, ചിലർക്ക് ഇഷ്ടമാണ് ആ കഥകളൊക്കെ ഓർക്കാനും. ഈ പ്രായത്തിലെ സാറിന്റെ ഓർമ്മകൾ തന്നെ ഇങ്ങനെ പങ്കുവയ്ക്കും. ഈ പ്രായത്തിൽ അത്ര വൃത്തനായി. എന്നാലും ഞാൻ പറയും, നേരത്തെയുള്ള കുട്ടിക്കാലം മുതലുള്ള അതേ സാറിന്റെ പാഷനേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കിനെ കുറിച്ചൊക്കെ തന്നെ ഓർക്കാനും പറയാനും എഴുതാനും ഒക്കെ ഒരു സ്പേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അത് വായിക്കാനാളുണ്ടല്ലോ എന്നുള്ളതാണ്. ഞാനിപ്പോ ആലോചിക്കും, പഴയ ഏകാന്തതയുടെ അപാര തീരത്തിനെ കുറിച്ചൊക്കെ എഴുതിയാൽ വായിക്കാൻ ആളുണ്ട്. അതെ, ചിലവർ അടിയിൽ വന്നിട്ട് ഇതെന്ത് പഴഞ്ച പാട്ടിനെ കുറിച്ചൊക്കെ എഴുതി തീർന്നില്ലേ നിങ്ങൾ ചോദിക്കുകയായിരിക്കും. പക്ഷെ എന്നാലും അതിനൊരു മറുപടി വേറെ ആരെയും കൊടുത്തോളും, അറിയാം. പിന്നെ ചിലവർ ചോദിക്കും, നിങ്ങക്ക് നല്ലത് മാത്രമേ എഴുതാനുള്ളൂ, യേശുദാസിനെ പറ്റിയൊക്കെ നന്നായി, അല്ലെങ്കിൽ ജയചന്ദ്രനെ പറ്റി കഴിഞ്ഞു, ഇവരെ എന്തൊക്കെ തല്ലിപ്പുഴ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എഴുതിക്കൂടെ? അതാണ് ഞാൻ പറഞ്ഞത്, നല്ലത് എഴുതാൻ സമ്മതിക്കൂ. ഈ ഫേസ്ബുക്കിലൊക്കെ അശ്ലീലവും പിന്നെ ആളുകളെ പറ്റിയിട്ട് അപഖ്യാതി എഴുതി വായിക്കുന്നതിന് മടുത്തിട്ടാണ് ഇത് നല്ലത് എഴുതുന്നത്, സമ്മതിച്ചൂടെ ചോദിക്കാറുണ്ട്. മോഹൻലാലിന്റെ എല്ലാ ഗാനങ്ങൾക്കും കൂടുതലായിട്ട് കറക്റ്റ് സ്യൂട്ട് ആയിട്ടുള്ള സിംഗർ എന്ന് പറയുന്നത് MG ശ്രീനിവാസ് സാറാണ്. അതുപോലെ മമ്മൂട്ടി സാറിന് എങ്ങനെയാണ് സാറിന് തോന്നുന്നത്? ഏത് സിംഗറാണ് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നത്? മമ്മൂട്ടിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ, അതായത് കാരണം പുള്ളി ഗാനാഭിനയം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗാനാഭിനയത്തിന് ശ്രമിക്കാത്ത ഒരാളാണ് മമ്മൂട്ടി. മമ്മൂട്ടി വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് അണങ്ങുന്നത് യേശുദാസിന്റെ ശബ്ദമാണ്. കാരണം അദ്ദേഹത്തിനൊരു ഗാംഭീര്യമാർന്ന ശബ്ദമാണ്. ലാല് കുറച്ച് കുസൃതിയാണ്. അപ്പൊ അത് MG ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ ഇപ്പൊ ചിരി, ചില പ്രത്യേക ചിരിയുടെ ചില എലിമെന്റ്സ്, അതൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റാറുണ്ട്. മറ്റു പലരും യേശുദാസ് വളരെ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്, എല്ലാവർക്കൊക്കെ വേണ്ടിയിട്ടും. വേണുഗോപാൽ പാടിയിട്ടുണ്ട്. പക്ഷെ എന്തോ യേശുദാസും പ്രേം നസീറും തമ്മിൽ ഒരു കോമ്പിനേഷൻ. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ യേശുദാസും പ്രേം നസീറും. കാരണം നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് നസീറാണ് പാടുന്നതെന്നാണ് ഇപ്പോഴും. അതൊരു എനിക്കറിയില്ല, അന്നത്തെ കുട്ടിക്കാലത്ത് ഏതാണെന്ന് അറിയില്ല. പക്ഷെ നസീർ സാർ പാടുമ്പോ ഭയങ്കര ഒരു അദ്ദേഹത്തിന്റെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ശരിക്കും ഒരു പാട്ടുകാരും പാടുന്നതിനേക്കാളും
ദാസേട്ടൻ തന്നെ പറയാറുണ്ട്, ഞാൻ പാടുന്നതിനേക്കാളും നന്നായിട്ട് പാടുന്നുണ്ട്. സാർ ഇപ്പോ അറ്റ് പ്രസന്റ് മാതൃഭൂമിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത് സീനിയർ കണ്ടന്റ് ഹെഡായിട്ട്. നെക്സ്റ്റ് സാറിന്റെ ഫ്യൂച്ചർ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്താണ് സാർ? ഒന്നും പറയാൻ പറ്റില്ല. ഞാനൊന്നും ഇങ്ങനെ പ്രതീക്ഷിച്ച വഴികളിലൂടെ അല്ലല്ലോ സഞ്ചരിച്ചിട്ടുള്ളത്. ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, എല്ലാം വന്ന് അത്രേ ഉള്ളൂ. പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളത് സത്യമാണ്. ഇപ്പൊ എവിടെയായാലും എഴുതും എന്നുള്ളത് സത്യമാണ്. എഴുതാതിരിക്കാൻ കഴിയണ അല്ലെങ്കിൽ വായിക്കാതിരിക്കാൻ കഴിയണ ഒരു കാലത്തെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത്രയും അതുമായി സൗഹൃദങ്ങളില്ലാത്ത ഒരു കാലം സങ്കല്പിക്കാൻ പറ്റില്ല. കുറച്ചു കാലം ലോകത്ത് ജീവിക്കുന്നത് എനിക്ക് ഇപ്പോഴും നമ്മുടെ PB ശ്രീനിവാസ് എന്ന് പറയുന്ന വലിയ പാട്ടുകാരൻ, ഞാൻ അതിനായിട്ട് വലിയ എടുപ്പായിരുന്നു. തെലുങ്കനാണ്, പക്ഷെ എല്ലാ ഭാഷയിലും പുള്ളി കവിതയൊക്കെ എഴുതും. മലയാള ഭാഷയായിട്ട് പഠിച്ചു തരും. അദ്ദേഹം എനിക്ക് ഒരിക്കല് വുഡ്ലാൻഡ്സ് ഡ്രൈവ് ആൻഡ് റെസ്റ്റോറന്റ് ചെന്നൈയിൽ അവിടെ വന്നിരിക്കും. അപ്പൊ അദ്ദേഹത്തെ ദിവസം കാണാൻ പോയപ്പോ അദ്ദേഹം എനിക്കൊരു കവിത എഴുതി തന്നു. ചാർ ദിൻ കി ജിന്ദഗാനി ക്യോं किसी से दुश्मनी दुश्मनी चाहे तो कर लो दुश्मनी से दुश्मनी. അതായത് 4 ദിവസത്തെ ജീവിതം, 4 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ജീവിതത്തില് എന്തിനാണ് ആളുകളെ ശത്രുവായി കാണുന്നത്? ഇനി നിങ്ങൾക്കൊരു ശത്രുത വേണമെങ്കിൽ തന്നെ അത് ശത്രുതയോടായിക്കോളൂ. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് അദ്ദേഹം അത് ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുള്ള ഒരു പോളിസിയാണ്. എനിക്കും അതാ തോന്നുന്നു. നമ്മളാകെ ഇവിടെ ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയമേ ഭൂമിയിലുള്ളൂ. എന്തിനാണ് ആളുകളെ പറ്റി അപഖ്യാതി പറയുക, അവരുമായിട്ട് അടികൂടുക, രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, ജാതി, മതം, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു സൈഡിൽ കൂടെ ഇങ്ങനെ ജീവിച്ചു പോയാൽ പോരെ. നമ്മൾ എഴുത്തുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോ അങ്ങനെ ആവണമെന്നില്ല. നമ്മള് സങ്കല്പിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോ വേദനിച്ചിട്ടുണ്ടോ നമ്മൾ പറയാൻ പറ്റില്ല. നമുക്ക് കഴിയുന്നതും ആളുകളെ ഉപദ്രവിക്കാതെ ജീവിച്ചു പോവുക. പാട്ടായാലും എഴുത്തായാലും അതിനുവേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. സാർ, എനിക്ക് വേണ്ടി മിരാരി ടോക്ക് ഷോയിലെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിന് ഇഷ്ടമുള്ള ഒരു മെലഡിയോ എന്തെങ്കിലും ഒരു 2 ലൈൻസ് പാടാൻ പറ്റും? താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമരപ്പൂവൊന്നു ചൂടി. താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമരപ്പൂവൊന്നു ചൂടി. വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു കണ്ണിൽ കവിതയുമായി. കണ്ണിൽ കവിതയുമായി. ആതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. മിരാരി ടോക്ക് ഷോ എന്ന് പറഞ്ഞ ഈ ഇന്റർവ്യൂ ചാനലിലേക്ക് സാറിന്റെ അഭിപ്രായം ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കും. മിരാരി ചാനലിന്റെ ഇതിനു മുമ്പത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പൊ എനിക്ക് വലിയ ആകർഷകമായി തോന്നി. വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള സംസാരം. ഓമനക്കുട്ടി ടീച്ചറുണ്ട്, ഹരിശങ്കറുണ്ട്, ലക്ഷ്മി ഉണ്ട്. ഹരിശങ്കറില്ല, ഹരിശങ്കറെ കുറിച്ച് പറയാൻ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന എനിക്ക്. പിന്നെ രാധാകൃഷ്ണൻ സാറും അപ്പോ രാജകൃഷ്ണൻ. അപ്പൊ എനിക്ക് ആകർഷകമായി തോന്നി. കുറച്ച് ഫ്രാങ്ക് ആയിട്ടുള്ള സംസാരം, വളരെ കാഷ്വൽ ആയിട്ടുള്ള ടോക്ക്. അപ്പൊ എന്നോട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചോദ്യങ്ങളായിരുന്നു. അധികം ആളുകളെ ഒന്നും ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ മിരാരി. Thank you, sir. Thank you so much.